ചൈന ബന്ധം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച മട്ടാണ്. ഇന്ത്യയും ചൈനയുമായി ധാരാളം കരാറുകളുണ്ട്. എന്നാൽ അതൊന്നും നിലവിലില്ലെന്ന നിലപാടാണ് ചൈന സ്വീകരിക്കുന്നത്. അതിർത്തി തർക്കത്തിൽ തുടങ്ങിയതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. എന്നാൽ അത് ദിനംപ്രതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രതിസന്ധി വ്യാപാര മേഖലയെ കൂടി വളരെ മോശം അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയെന്ന് അറിയപ്പെടുന്ന രാജ്യമാണ് ചൈന. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈന അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തി, ലോകത്തിന്റെ തന്നെ മാനുഫാക്ചറിംഗ് ഹബ് എന്നിങ്ങനെ പേരുകളുള്ള ചൈന ഇപ്പോൾ വലിയ ക്ഷീണത്തിലാണ്. വായ്പ പുനഃക്രമീകരിക്കാനുള്ള കരാറിലെത്താൻ കഴിയാതെ ചൈനീസ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ എവർഗ്രാൻഡെ പൂട്ടാൻ ഹോങ്കോങ് കോടതി ഉത്തരവിട്ടിരുന്നു. 30,000 കോടി രൂപയ്ക്ക് മുകളിലാണ് എവർഗ്രാൻഡെയുടെ കടം. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അമിതമായി വായ്പ എടുക്കുന്നതിന് ചൈനീസ് സർക്കാർ തടയിട്ടതോടെയാണ് എവർഗ്രാൻഡെ പ്രതിസന്ധിയിലായത്. ഏഷ്യയിലെ അതിസമ്പന്നരായ വനിതകളുടെ പട്ടികയിൽ 2022 ഒന്നാമതെത്തിയ റിയൽ എസ്റ്റേറ്റ് രാജ്ഞി യാങ് ഹുയന്റെ കൺട്രി ഗാർഡൻ ഹോൾഡിംഗ്സും പ്രതിസന്ധിയിൽ തന്നെയാണ്. 2023 ഓഗസ്റ്റിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ നഷ്ടത്തിലേക്കാണ് ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി കൂപ്പുകുത്തിയത്. വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത കോടികളുടെ കടം തിരിച്ചടയ്ക്കാനാകാതെ കുഴഞ്ഞിരിക്കുകയാണ് ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമനായ കൺട്രി ഗാർഡനും. എന്നാൽ ചൈനയുടെ തകർച്ച ഇന്ത്യക്ക് ഗുണമാകുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. ഇത്രയും കാലം ചൈനയിൽ നിക്ഷേപിച്ചിരുന്നവർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്ലൂംബെർഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. വാൾസ്ട്രീറ്റ് ഭീമന്മാരായ ഗോൾഡ്സ്മാൻ സാച്സ് ഗ്രൂപ്പ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ വൻകിട ഗ്രൂപ്പുകളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ചൈനയിലെ നിക്ഷേപങ്ങൾ ഇവർ പിൻവലിച്ചതായാണ് സൂചന. $62 ബില്യൺ ഹെഡ്ജ് ഫണ്ടുള്ള മാർഷൽ വേസ് യുഎസിന് പുറമെ നിക്ഷേപം നടത്തുന്ന ഒരു രാജ്യം കൂടിയാകും ഇന്ത്യ. സൂറിച്ച് ആസ്ഥാനമായുള്ള വോണ്ടോബെൽ ഹോൾഡിംഗിന്റെ ഒരു വിഭാഗം ഇതിനോടകം തന്നെ ഇന്ത്യയെ അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഹോൾഡിംഗ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാനസ് ഹെൻഡേഴ്സൺ ഗ്രൂപ്പ് ഇന്ത്യയിൽ നിക്ഷേപത്തിന് ശ്രമിക്കുകയാണെന്നും ജപ്പാനിലെ യാഥാസ്ഥികരായ റീറ്റെയിൽ നിക്ഷേപകർ പോലും ഇന്ത്യയെ സ്വീകരിക്കുന്നുവെന്നും ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയുടെയും ചൈനയുടെയും സമ്പദ് വ്യവസ്ഥയെ നിക്ഷേപകർ അതിസൂക്ഷ്മമായാണ് വിലയിരുത്തുന്നത്. നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ബജറ്റിൽ ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. ചൈന ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ പ്രധാനമായും ജനസംഖ്യയുടെ വീഴ്ച തന്നെയാണ്. ഒറ്റക്കുട്ടി നയം സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുകയായിരുന്നു. ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു. ഇത് തൊഴിലാളികളുടെ എണ്ണത്തെ ബാധിച്ചു. തുടർച്ചയായ 2ാം വർഷമാണ് ചൈനയിൽ ജനസംഖ്യ കുറഞ്ഞത്. ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തത് കമ്പനിയുടെ പ്രവർത്തനം, ഉൽപാദനം, ലാഭക്ഷമത, നിക്ഷേപകരുടെ ആത്മവിശ്വാസം എന്നിവയെ തളർത്തി. ഇത് ഓഹരി വിപണിയെയും താഴേക്കെത്തിച്ചു. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം, കോവിഡാനന്തരമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം, വിതരണ ശൃംഖലയിലെ തടസ്സം എന്നിവയും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്കൊരു അതിവേഗ തിരിച്ചുകയറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല. സാമ്പത്തിക നിക്ഷേപ നയങ്ങളിലടക്കം കാതലായ മാറ്റങ്ങൾ ചൈനീസ് ഭരണകൂടം കൈക്കൊണ്ട് അതിവേഗം പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഇതിലൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതേസമയം നമ്മുടെ രാജ്യത്ത് സ്മാർട്ട് ഫോണുകൾ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ട്. എന്നാൽ ചൈനീസ് കമ്പനികളുടെ ഇറക്കുമതികൾ കർശനമായി പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നതിനാൽ പല വിതരണക്കാരും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ആശങ്കയുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ മുൻപന്തിയിലുള്ളത് ചൈനീസ് കമ്പനിയായ ഷവോമിയാണ്. രാജ്യത്ത് എങ്ങനെ ഘടകഭാഗങ്ങൾ നിർമ്മിക്കുന്നത് വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചറിയാൻ IT മന്ത്രാലയം അയച്ച കത്തിനുള്ള ഷവോമി മറുപടിയായിരുന്നു ഇത്. ഇന്ത്യയിൽ വിൽക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ 18% ഷവോമിയുടേതോ സബ് ബ്രാൻഡുകളുടേതോ ആണ്. കമ്പനി ഫെബ്രുവരി 6 കേന്ദ്രത്തിന് നൽകിയ കത്തിൽ രാജ്യത്തെ ഫോണുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യവും ഘടകഭാഗങ്ങളുടെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്ന കാര്യവും പരിഗണിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഷവോമി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫോണുകളുടെ ഘടകഭാഗങ്ങൾ ഏറെയും ഇന്ത്യയിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നവയാണ്. പോരാതെയുള്ളവ ചൈന അടക്കമുള്ള രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നു. ചൈനയുമായുള്ള സംഘർഷം കൂടിയതോടെ 2020 മുതലാണ് ഇറക്കുമതി ചെയ്യുന്ന ഘടകഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഇന്ത്യ ആരംഭിച്ചത്. ഇതോടെ ഇന്ത്യയിൽ മൂലധന നിക്ഷേപത്തിനൊരുങ്ങിയ പല ചൈനീസ് കമ്പനികളും പിന്മാറി.
ഇതുമാത്രമല്ല, ലിഥിയം എന്ന അമൂല്യമായ പ്രകൃതിദത്ത ധാതു അർജന്റീനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലിഥിയം ഇറക്കുമതി ചെയ്യുന്നത് ഇന്ന് ചൈനയിൽ നിന്നാണ്. ലിഥിയത്തിന്റെ കാര്യത്തിൽ ചൈനയെ ആശ്രയിക്കുന്നത് പടിപടിയായി കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈയിടെ ഇന്ത്യക്ക് ലിഥിയം നൽകാതിരിക്കുന്ന നിലപാടും ചൈന കൈക്കൊണ്ടിരുന്നു. അതുവഴി വൈദ്യുത വാഹന നിർമ്മാണ രംഗത്ത് കുതിക്കുന്ന ഇന്ത്യയെ തകർക്കാമെന്നായിരുന്നു ചൈന പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യ അതിന് ബദൽ സംവിധാനം കണ്ടെത്തി കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും ചൈനയെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പക്ഷേ അത് വ്യാപാര മേഖലയിലേക്ക് എത്തുമ്പോൾ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നുണ്ട്. ഷവോമി പോലുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിന്ന് പിന്മാറുമ്പോൾ അതിന്റെ നഷ്ടം ഇന്ത്യക്ക് തന്നെയായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവുമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ചൈനയെ ഒരിക്കലും ഭയപ്പെടേണ്ട എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ചൈനയെ മാറ്റി നിർത്തുന്നത് നമ്മുടെ വിപണിയെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും ചൈനീസ് പ്രൊഡക്ട്സിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളവരാണല്ലോ ഇന്ത്യക്കാർ. വരും ദിവസങ്ങളിലും ഇരു രാജ്യങ്ങളിൽ നിന്നും സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. ഇന്ത്യൻ വിപണി എങ്ങനെയെല്ലാമാണ് ഈ പ്രതിസന്ധിയെ നോക്കിക്കാണുന്നത് എന്നതിലേക്കാണ് ലോകം കണ്ണും നട്ടിരിക്കുന്നത്.